പരിപാടി? കുറെ ആയല്ലോ പോസ്റ്ററൊക്കെ നോക്കി നടക്കുന്നത്. ഞാൻ ഈ പോസ്റ്റർ കണ്ടിട്ടേ എനിക്കൊന്ന് മത്സരിച്ചാലോ തോന്നുന്നുണ്ട്. ഇലക്ഷൻ മത്സരിക്കാനാ? ഏത് ഇലക്ഷനില്? ഈ തെരഞ്ഞെടുപ്പില്. ഈ ഇലക്ഷനിലാ? നടക്കത്തില്ല കേട്ടോ. എന്താ? ബാ ഒരു ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബാ. അല്ല അതൊന്നും താൻ മത്സരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞേ. അതിനു മുമ്പേ ആദ്യമേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാന്നറിയോ? നിയമസഭയിലേക്ക് ആയതുകൊണ്ട് നിയമസഭ തന്നെ ആയിരിക്കും. അല്ല, ലോജിക്ക് കൊള്ളാം, പക്ഷെ ഉത്തരം തെറ്റാണ് കേട്ടാ. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 324 പ്രകാരം നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം നടത്താനുള്ള അധികാരവും അതിന്റെ മേൽനോട്ടം വഹിക്കാനും അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് നൽകിയിരിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരാ നടത്തുക? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നടത്തുക. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ചുമ്മാ ഒന്നും നമുക്ക് മത്സരിക്കാൻ പറ്റൂല. അവിടെ നമുക്ക് യോഗ്യത വേണം. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ യോഗ്യത എന്താണെന്ന് അറിയാമോ? അതെനിക്കറിയാം. ഇന്ത്യക്കാരനായിരിക്കണം. 25 വയസ്സ്. 25 വയസ്സ് കഴിയണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്കൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ 2 പേർക്ക് മത്സരിക്കുന്നതിൽ അയോഗ്യത പറഞ്ഞാൽ ആ നടിമാർക്കല്ല. അതെ, അതെന്താ കാര്യം അറിയോ? എനിക്കറിയില്ല. അതെന്ന് വെച്ചാല് നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ഉണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ നിയോജക മണ്ഡലം, നിയമസഭാ നിയോജക മണ്ഡലം, ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ഇവർക്കതില്ലായിരുന്നു. പിന്നെ ഇനി ഇലക്ഷന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരം കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കണം. നമ്മൾ മത്സരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ നാമനിർദ്ദേശം കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ അത് വിശദമായിട്ട് അത് എന്ത് ചെയ്യും? പരിശോധിക്കും. നാമനിർദ്ദേശം പിൻവലിക്കണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ സമയം എന്ത് ചെയ്ത് കഴിഞ്ഞു പോയി. അപ്പൊ ഇനിയിപ്പോ താങ്കൾക്ക് എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് താങ്കൾ ഇപ്രാവശ്യം മത്സരിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്നുള്ളത്. അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് പിടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് പഠിക്കേണ്ടതായിരിക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ പോവോ? അപ്പോ ഏപ്രിൽ 9 വോട്ട്. ആർക്കാ വോട്ട് ചെയ്യാം? ഞാൻ വികസനത്തിന് വോട്ട് ചെയ്യും.